പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്ക് നേരെ ഒരുപാട് കള്ളക്കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിവിധ കാലങ്ങളിലെ ഭരണകൂടം അതിൻ്റെ അമിതാധികാര പ്രവണതയിലേക്ക് നീങ്ങുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ കേസുകൾ ചാർജ് ചെയ്യാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടയ്ക്കാനും. ഈ തൃശ്ശൂർ പട്ടണം തന്നെ 1964 ഇവിടെ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളാകെ, പോളിറ്റ് ബ്യൂറോ നേതാക്കളാകെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കെ അറസ്റ്റ് ചെയ്ത് ഈ വിയ്യൂർ ജയിലിലടച്ചതാണ്. സഖാവ് സുർജിത്തിനെയും സഖാവ് ജ്യോതി ബാസുവിനെയും നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രിയപ്പെട്ട കേന്ദ്ര നേതാക്കളെയും ഇവിടെ ജയിലിലടച്ചത് അവരെന്തെങ്കിലും കുറ്റം ചെയ്തതുകൊണ്ടായിരുന്നില്ല, അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ശരിയുടെ പേരിലായിരുന്നു. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്രയോ സഖാക്കളെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ ഈ കേരളത്തിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ സഖാവ് പിണറായി വിജയൻ ആ അടിയന്തരാവസ്ഥ എല്ലാ ദിവസങ്ങളിലും പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഭീകരമായ മർദ്ദനത്തിനിരയാക്കി അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ ജയിലിൽ കിടന്ന നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കുറ്റം ചെയ്യാതെ ജയിലിൽ കിടന്ന 10,000-കണക്കിന് സഖാക്കളുള്ള പാർട്ടിയാണ് ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി.